ജമാൽ, 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇറാന് നേരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കടന്നാക്രമണം. GCC രാജ്യങ്ങളിലേക്ക് ഇനി പ്രതിരോധമുണ്ടാകില്ല എന്ന് ഇറാൻ ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത് ജമാൽ? മനോ, ഈ പ്രഭാതം പുലരുമ്പോഴും സത്യത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ സംഘർഷത്തിന് അയവില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് പുലർച്ചെ ഫുജേറ ഇൻഡസ്ട്രിയൽ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇവിടെ ഈ മേഖലയിൽ തീപിടുത്തമുണ്ടായി. തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇത് 2ാം തവണയാണ് ഇറാന്റെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ഇതിലും അത് ഒരു പ്രധാനപ്പെട്ട ആക്രമണം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി വൈകി ഇന്നലെ രാത്രി സൗദി അറേബ്യ അൽഖർജിൽ ഒരു ആക്രമണം ഉണ്ടായി. ഇവിടെ മെയിൻ്റനൻസ് ക്ലീനിംഗ് കമ്പനിയിലെ 2 പേർ മരിക്കുകയും ചെയ്തു. ഈ പ്രൊജക്ടൽ മിസൈൽ സൈനിക പ്രൊജക്ടിൽ പതിച്ചാണ് 2 പേർ മരിച്ചത്. അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, ഒരാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ്. 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഖത്തറിലും മിസൈൽ ആക്രമണം ഉണ്ടായി. ശക്തമായ ആക്രമണം ഉണ്ടാകുകയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ഈ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇത്തരത്തിൽ ഗൾഫ് മേഖലയിൽ ഇപ്പോഴും മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇത് ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഗൾഫ് മേഖലയെ ആക്രമിക്കില്ല, അത് നിർത്തുകയാണ് എന്ന് തരത്തിൽ. പക്ഷേ അതിനുശേഷവും ഗൾഫ് മേഖലയിൽ തന്നെ ഈ ആക്രമണം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം തന്നെ 3 പേർ മരിച്ചിട്ടുണ്ട്. ദുബായിൽ ഒരാൾ മരിച്ചു, സൗദി അറേബ്യയിൽ 2 പേർ മരിച്ചു. ഇത്തരത്തിൽ ഗൾഫ് മേഖലയിൽ ആക്രമണം ശക്തിപ്പെടുത്തുമ്പോൾ അത് ഈ രാജ്യത്തെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ ആശങ്കയിലാക്കുകയാണ്. കാരണം ഇവിടെ നമ്മളത് വലിയ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് ജമാൽ. പക്ഷേങ്കിൽ പോലും ഇവിടെ ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ്. ഇനി അത് ഉണ്ടാകില്ല എന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഒരൊറ്റ രാത്രി കൊണ്ട് ലംഘിക്കപ്പെടുന്നതാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം പറഞ്ഞത് തങ്ങൾ ഇനി ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കില്ല എന്ന ഉറപ്പാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയത്. അത് ഏറെ ഗൾഫ് മേഖലയിലെ പ്രവാസികൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രവാസി മലയാളികൾക്ക് വലിയ ആശ്വാസം നൽകിയത്. പക്ഷെ ആ ഉറപ്പാണ് പെട്ടെന്ന് തന്നെ ലംഘിക്കപ്പെടുന്നതിന് ശേഷമാണ് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ആളുകൾ മരിക്കുന്ന തരത്തിലുള്ള വലിയ ആക്രമണം. കാരണം ദുബായിൽ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു. ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് ഈ ദുബായിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചത്. സൗദി അറേബ്യയിൽ 2 പേർ മരിച്ചിരിക്കുന്നു, 12 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതുപോലെ ഫുജേറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണ് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഗൾഫ് മേഖലയിൽ വീണ്ടും ആക്രമണം വർദ്ധിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ ആശങ്കയിലാക്കുകയാണ്. ഒപ്പം തന്നെ പ്രവാസി മലയാളികൾക്ക് ഈ രാജ്യത്തിന് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നാട്ടിലേക്ക് തിരിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം വിമാന സർവീസുകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ജമാൽ? വിമാന സർവീസുകളൊക്കെ എങ്ങനെയാണ്? ഏതൊക്കെ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ടോ? തീർച്ചയായും ഗൾഫ് മേഖലയിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും ഇപ്പോൾ നാട്ടിലേക്ക് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മതിയായ രൂപത്തിലായിട്ടില്ല എന്നതാണ് വാസ്തവം. പരിമിതമായ സർവീസുകൾ മാത്രമാണുള്ളത്. വലിയ തുക ഈ സർവീസുകൾ കുറവായതുകൊണ്ട് തന്നെ വലിയ തുക നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ 2000 ദിർഹത്തിന് മുകളിൽ അതിനോടടുപ്പിച്ച ആ തുകയാണ് നാട്ടിലേക്ക് നൽകേണ്ടത്. അതായത് ഈ യുദ്ധത്തിനിടയിലും മനുഷ്യൻ ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിലും അവരെ കൊള്ളയടിക്കുന്ന ഈ വിമാന കമ്പനികളുടെ നീക്കങ്ങളും നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായും അത്തരത്തിൽ 2000 ദിർഹത്തിന് മുകളിലൊക്കെയാണ് വിമാന നിരക്കുള്ളത്. അതിന് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഈ പരിമിതമായ സർവീസുകൾ മാത്രമാണുള്ളത്. ചില ചാർട്ടേഡ് ഫ്ലൈറ്റുകളും ചില വിമാന കമ്പനികളിൽ സ്വകാര്യ കമ്പനികൾ ചാർട്ടേഡ് വിമാനങ്ങളും ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പരിമിതമായ സർവീസുകൾ മാത്രമാണുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ സർവീസുകൾ പഴയ രീതിയിൽ ആയാൽ മാത്രമേ പ്രവാസി മലയാളികളുടെ ഈ ആശങ്കയ്ക്ക് ഒരു പരിധിവരെ അറിവ് വരികയുള്ളൂ.